മറ്റൊരു കാര്യം പറഞ്ഞത് ഇപ്പോൾ ഈ ലോറി ട്രക്ക് ഡ്രൈവേഴ്സ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവരുടെ ഈ പമ്പുകളിലടക്കം, അത് കേരളം വിട്ടാലും കേരളത്തിലും അവർക്ക് പാർക്കിങ്ങിനുള്ള ചട്ടപ്രകാരം അവിടുന്ന് ഡീസൽ അടിക്കുന്നവർക്ക് അവിടെ പാർക്ക് ചെയ്യാനും അവിടുത്തെ ശുചിമുറികൾ ഉപയോഗിക്കാനും കൂടെ അനുവാദം നൽകണം. പക്ഷേ നമ്മുടെ ട്രക്ക് ഡ്രൈവർമാരോട് കേരളം വിട്ടാലും കേരളത്തിനുള്ളിലും ഒരു രണ്ടാം തര സമീപനമുണ്ട് എന്നുള്ളതാണ് അവരെല്ലാവരും ഇന്ന് വന്ന് പറഞ്ഞത്. വളരെ ദയനീയമായിട്ടാണ് ആ കാര്യം അവർ അവതരിപ്പിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. പലപ്പോഴും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധ പതിയാത്തൊരു മേഖലയാണ്. അപ്പോൾ അവരുടെ ഒരു ആവശ്യം ഈ മിനിമം അവർക്ക് ഈ പമ്പുകളിലെങ്കിലും ചട്ടപ്രകാരം അത് കൊടുക്കണം എന്ന് തന്നെയാണ്. അവരുടെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ അവർക്കൊരു പരിഗണന ലഭിക്കണം. 10,30,000 രൂപയുടെ പെട്രോൾ ഡീസലൊക്കെ അടിച്ചിട്ട് പോകുന്നവരാണ്. അപ്പോൾ അതിനോടൊരു പരിഗണന നൽകണം എന്നുള്ളതാണ്. നമുക്കതൊരു സർക്കാരിനത് ഏറ്റെടുക്കാവുന്നൊരു വിഷയമല്ല ഈ ട്രക്ക് ഡ്രൈവർമാരുടെ ഈ മനുഷ്യാവകാശ വിഷയങ്ങൾ. അല്ല, മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം അതിൽ കുറേ കൂടി നല്ല നിലയിൽ ഇടപെട്ട് പോകുന്നുണ്ട്. എന്നാലും അതിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാനാകുമെന്നുള്ളത് ഞങ്ങൾ ഗവൺമെൻറ് കൂട്ടായി ചർച്ച ചെയ്യാം എന്നുള്ളത് കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റ് വകുപ്പുകളായിട്ട് കൂടി ബന്ധപ്പെട്ട് എല്ലാവരും കൂട്ടായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ. എന്നാൽ പൊതുവേ എടുത്ത് പരിശോധിച്ചാൽ അവരുടെ സംസാരത്തിൽ തന്നെ കേരളത്തിൽ കിട്ടുന്ന നിലയിലേക്കുള്ള പല സൗകര്യങ്ങളും മറ്റ് സ്റ്റേറ്റുകളിൽ കിട്ടുന്നില്ല എന്നുള്ളത് അവർ പറയുന്നു. ഈ കേരളത്തിലും നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത് ആലോചിച്ച് ചെയ്യാവുന്ന കാര്യമാണ്. അത് കൂട്ടായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. ഓക്കെ, മിനിസ്റ്ററിനിപ്പോൾ AK ശശീന്ദ്രൻ മിനിസ്റ്ററും അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നിനിപ്പോൾ അവലോകന യോഗം എപ്പോഴാണ്? എനിക്കൊന്ന് മിനിസ്റ്റർ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് വീണ്ടും ഒരു ബ്രീഫിംഗ് ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട AK ശശീന്ദ്രൻ മിനിസ്റ്റർ ഇന്നലെ രാത്രി എത്തി. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ എത്തി ഞങ്ങളൊന്ന് ഒരു മീറ്റിംഗ് കലക്ടർ ഉൾപ്പെടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ സൈറ്റിൽ പോയി അവിടെ സ്പോട്ടിൽ തന്നെ പോയി കാര്യങ്ങളൊന്ന് പരിശോധിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ പൊതുവെ സമൂഹത്തെ അറിയിക്കും. അപ്പം അതിൽ കാണുന്നൊരു പ്രശ്നം, നമ്മളിപ്പോൾ ഇതിന് പറ്റിയ വിദഗ്ധ ടീമിൻ്റെ സംവിധാനം ഇനിയും എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമോ അത് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയായതുകൊണ്ട് ആകെ നമ്മൾ വിഡ്രോ ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടാവരുത്. ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യണം. പിന്നെ പുതിയ സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും അതും പരിശോധിക്കണം. അങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാട്. രക്ഷാദൗത്യത്തിൽ നിന്നും ഒരടി പിറകോട്ട് പോകുന്ന നിലപാടിനോട് കേരള സംസ്ഥാന സർക്കാരിന് യോജിപ്പില്ല. അത് ഇന്നലെ മീറ്റിങ്ങിലും അറിയിച്ചിട്ടുണ്ട്. മറ്റ് സാധ്യതകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ അത് എല്ലാ സാധ്യതയും ഉപയോഗിക്കുക എന്നുള്ളതാണ്. കഠിന ശ്രമം, പരിപൂർണമായ ശ്രമം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ആവശ്യം സർക്കാരിനോട് പറഞ്ഞപ്പോൾ കർണാടക സർക്കാരിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു DC-യുടെ? അല്ല, ഇന്നലെ മീറ്റിങ്ങിൽ അവരതിനോട് യോജിച്ചു. നേവിയോട് അവരെ അറിയിച്ചിട്ടുമുണ്ട്. നേവിയോട് അവരുടെ രക്ഷാദൗത്യം തുടരണമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗിനും കർണാടക ഗവൺമെൻറ്റിനോടും ഇക്കാര്യം അറിയിച്ച് കൂടുതൽ സാധ്യതകൾ എന്തെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പൊതുവേ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന കാര്യം നമ്മുടെ എല്ലാ സാധ്യതകളും ഇതിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. മറ്റ് സംവിധാനങ്ങൾ എന്തൊക്കെ അതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനോട് കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാടിനോട് പോസിറ്റീവായിട്ടാണ് ജില്ലാ കലക്ടർ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റിനെ അറിയിച്ചത് അവരങ്ങനെ തന്നെയാണ്.